ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കോമൺ ബേസ് ആയിരുന്നു അല്ലേ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമൺ എമിറ്റർ ആണ്. ഓക്കെ, അപ്പോൾ കോമൺ എമിറ്ററിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ കോമൺ ബേസ് ക്ലിയർ ആയിരിക്കണം, എന്നാൽ പിന്നെ കോമൺ എമിറ്ററിൽ വരുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ കോമൺ എമിറ്ററിൽ നമ്മൾ നേരത്തെ ഇതിൻ്റെയൊക്കെ ആക്റ്റീവ് റീജിയൻ്റെ കാര്യങ്ങളിലൊക്കെ പ്രോപ്പർട്ടികളൊക്കെ സെയിം ആണ്. ഓക്കെ, അപ്പം പ്രോപ്പർട്ടീസിലൊന്നും മാറ്റം വരുന്നില്ല. ഓക്കെ, ആകെ ചേഞ്ചസ് 2-3 ടേംസിലാണ് ഞാൻ പറയാം. ഓക്കെ, ഫസ്റ്റ് വി വിൽ ലുക്ക് ഇൻ ടു യുവർ കോമൺ എമിറ്റർ. ഓക്കെ, കോമൺ എമിറ്റർ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു ബേസിക് കാര്യങ്ങളൊക്കെ സെയിം ആണ്. എന്താണ് നിങ്ങളുടെ ബേസ് എമിറ്റർ ജംഗ്ഷൻ എന്താവണം? ഇറ്റ് വിൽ ബി ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കണം. സിമിലർലി കളക്ടർ ബേസ് ജംഗ്ഷൻ എന്തായിരിക്കണം? റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും എന്തില്ല, മാറ്റങ്ങളില്ല. ഓക്കെ, അപ്പോൾ ഏതിലൊക്കെയാണ് മാറ്റങ്ങളെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇനീഷ്യലി നമ്മളൊരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ വരക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ലുക്കിംഗ് ലൈക്ക് ദിസ്. ഓക്കെ, ഇതാണ് സാധനം. ഓക്കെ, ഇവിടെ എമിറ്റർ ആണ് എന്ത് ചെയ്ത് കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ എമിറ്റർ ആണ് നമ്മുടെ എന്ത് കോമൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആർ ബി, ഇതെന്താണ്? ദിസ് വിൽ ബി യുവർ വി ബി ബി, ശരിയല്ലേ? ഇത് നിങ്ങളുടെ വി ബി ബി ആണ്, ഇത് ആർ ബി ആണ്, ഇതാണ് നിങ്ങളുടെ ബേസ്, ഇത് കളക്ടർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് റെസിസ്റ്റൻസ് ആർ സി പോകുന്നുണ്ടാവും. ഇതാണ് നിങ്ങളുടെ വി സി സി, ദെൻ ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ വോൾട്ടേജുകളാണ്. ഓക്കെ, ഇത് പ്ലസ് ഓർ മൈനസ്, ഇതാണല്ലോ നിങ്ങളുടെ എമിറ്റർ. അപ്പോൾ ഇത് ഈസ് വി ബി ഇ. സിമിലർലി ഇവിടെ പ്ലസ് ഓർ മൈനസ് ആരുണ്ട്? യു ആർ ഹാവിങ് പ്ലസ് ഓർ മൈനസ് വി സി ഇ ഉണ്ട്. പിന്നെ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കറൻസുകളാണ്. ഏതൊക്കെ കറണ്ടുകളാണ് ഫ്ലോ? ഈ കറണ്ട് ഫ്ലോ ഡയറക്ഷൻ നോക്കി വെച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഐ ബി ഇങ്ങോട്ടും, യുവർ ഐ ഇ വിൽ ബി ലൈക്ക് ദിസ് ആൻഡ് യുവർ ഐ സി വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, കറണ്ട് ഡയറക്ഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കും. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ഇതിൻ്റെ വർക്കിംഗ് എന്നു വെച്ചാൽ ആസ് യുവർ വി സി ബി ഇൻക്രീസസ്. ഓക്കെ, നിങ്ങളുടെ വി സി ഇ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ഇൻക്രീസ് ചെയ്യലാണ് അൾട്ടിമേറ്റ്ലി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യുവർ ഐ ബി വിൽ ഇൻക്രീസ്. ഓക്കെ, നിങ്ങൾ വി സി ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോറി ഐ ബി ഇൻക്രീസ് അല്ല, സോറി, ആസ് യുവർ വി സി ഇൻക്രീസസ് വാട്ട് ഹാപ്പൻസ് ഈസ് യുവർ ഐ ബി ഈസ് ഡിക്രീസിങ്. ഓക്കെ, നിങ്ങളുടെ ഐ ബി എന്ത് ചെയ്യുവാണ്? ഡിക്രീസ് ചെയ്യുവാണ്. ഓക്കെ, അത് നമ്മൾക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മളതിൻ്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 2 ക്യാരക്ടറിസ്റ്റിക്സും എങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഒരു ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഐ ബി വേഴ്സസ് വി ബി ഇ. ക്ലിയർ? ഔട്ട്പുട്ട് ഞാൻ പറയാം, അപ്പോൾ അതിന് മുന്നേ ഫസ്റ്റ് ഇൻപുട്ടിനെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്നാൽ ഇൻപുട്ട് കറണ്ട്, അതായത് ഐ ബി വേഴ്സസ് വി ബി ഇ. ശരിയാണല്ലോ? ഈ ഐ ബി വേഴ്സസ് വി ബി ഇ. അപ്പം ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ മനസ്സിലുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവർ ഗ്രാഫ് വിൽ ലുക്ക് ലൈക്ക് ദിസ്. ഓക്കെ, എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 ആക്സിസ് വരക്കുവാണെങ്കിൽ ദിസ് ഈസ് യുവർ വി ബി ഇ അല്ലേ, വോൾട്സ്. സിമിലർലി ഇതാണ് നിങ്ങളുടെ എന്ത് ഐ ബി, മില്ലി ആംബിയേഴ്സ്. ഓക്കെ, അപ്പം ഇത് ഈ ഒരു ടൈപ്പ് ഓഫ് ഗ്രാഫാണിത്. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ വരച്ച അതേപോലെ തന്നെയാണ് ഏകദേശം കാര്യങ്ങളൊക്കെ, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ ഏതാണ്? ഇത് നിങ്ങളുടെ വി സി ഇ ആണ്, കാരണം അതാണ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നത്. ഓക്കെ, അപ്പോൾ വി സി ഇ 1 വോൾട്ട്, 10 വോൾട്ട്, അതുപോലെ വി സി എത്രയാണ്? 20 വോൾട്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇത് സിമിലർ ടു ഏത് തന്നെയാണ്? നമ്മളെ പി എൻ ജംഗ്ഷൻ പോലെയാണ്. അതായത് നിങ്ങളുടെ വി സി ഇ ഇൻക്രീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എന്താണ് ഐ ബി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ശരിയല്ലേ? അപ്പോൾ ഈ വി സി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഐ ബി എന്തുകൊണ്ട് ഡിക്രീസ് ചെയ്യുന്നു പറഞ്ഞാൽ അതിൻ്റെ കാരണം പറയാം. നിങ്ങളുടെ വി സി ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വി സി ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് യുവർ വി സി ബി പ്ലസ് വി ബി ഇ. ശരിയല്ലേ? വി സി എന്ന് പറഞ്ഞാൽ വി സി ബി പ്ലസ് വി ബി ഇ അല്ലേ? അപ്പോൾ ഫോർ ഫിക്സഡ് വാല്യൂ ഓഫ് വി ബി ഫിക്സഡ് ആകുമ്പോൾ ഇഫ് വി സി ഇ ഇൻക്രീസസ് ദെൻ വി സി ബി ഇൻക്രീസസ്. കറക്റ്റ്? കളക്ടർ ടു ബേസ് കൂടും. കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് കൂട്ടി കഴിഞ്ഞാൽ കളക്ടർ ടു ബേസ് കൂടും. എങ്ങനെ കണ്ടീഷൻ? വി ബി എന്താവണം? ഫിക്സഡ് ആവണം. ശരിയല്ലേ? അപ്പോൾ ആസ് യുവർ വി സി ബി ഇൻക്രീസസ് വാട്ട് ഹാപ്പൻസ്? ഈ വി സി ബി എന്ന് പറയുന്ന സാധനം നമ്മുടെ ഏത് ജംഗ്ഷനാണ്? അല്ലെങ്കിൽ നമ്മുടെ അതെന്താണ്? ആസ് വി സി ബി ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ അത് റിവേഴ്സ് ബയാസ് അപ്ലൈ ചെയ്യുന്നു എന്നല്ല എൻ്റെ അർത്ഥം. റിവേഴ്സ് ബയാസ് ഈസ് അപ്ലൈഡ് ടു യുവർ ബിറ്റ്വീൻ യുവർ സി ആൻഡ് ബി. ശരിയല്ലേ? അപ്പോൾ റിവേഴ്സ് ബയാസ് വിൽ ഓൾസോ ഇൻക്രീസ്. കറക്റ്റ്? അപ്പോൾ
എന്താണ് സംഭവിക്കുന്നത്? ഫോർ സം വോൾട്ടേജ് VCB ഡിപ്ലീഷൻ റീജിയൻ വിൽ ബി ക്രിയേറ്റഡ്. ഏതിൻ്റെ അക്രോസ്? സിൻ്റെയും ബിൻ്റെയും അക്രോസ് ഡിപ്ലീഷൻ, അതായത് റിവേഴ്സ് ബയസ്. അപ്പോൾ ഇൻ റിവേഴ്സ് ബയസ് കണ്ടീഷൻ ആസ് യുവർ VCB ഇൻക്രീസസ്, നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്ത് സംഭവിക്കും? നമ്മൾ റിവേഴ്സ് ബയസിൽ യുവർ ഡിപ്ലീഷൻ റീജിയൻ വിൽ ബി ബിക്കം വൈഡർ. ശരിയല്ലേ? അങ്ങനെ ഡിപ്ലീഷൻ റീജിയൻ വൈഡർ ആയാൽ നിങ്ങളുടെ ബേസിൻ്റെ വിഡ്ത്തിന് എന്താ സംഭവിക്കുക? അതായത് ഇപ്പോൾ നമ്മൾ ഇതിങ്ങനെ വരക്കുവാണെങ്കിൽ ഇവിടെ കളക്ടർ ഉണ്ട്, ഇവിടെ ബേസ് ഉണ്ട്, ഓക്കെ, ഇത് എമിറ്റർ ഉണ്ട്, ഓക്കെ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ കളക്ടർ ബേസ് ജംഗ്ഷൻ, അതായത് നിങ്ങൾ ഇവിടുത്തെ ഡിപ്ലീഷൻ ലെയർ എന്ത് ചെയ്യുവാണ്? വൈഡർ ആവുക ചെയ്യുന്നത്. ഇതാണ് നിങ്ങളുടെ ഡിപ്ലീഷൻ ലെയർ. ഇതെന്ത് ചെയ്യും? കൂടും. ഈ കാണിച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ ബേസിൻ്റെ വിഡ്ത്ത്, ഓക്കെ. അപ്പോൾ ആസ് VCB ഇൻക്രീസസ് വാട്ട് ഹാപ്പൻസ് ഈസ് യുവർ റിവേഴ്സ് ബയസിലായിരുന്നു ഡിപ്ലീഷൻ റീജിയൻ എന്ത് ചെയ്യും? വൈഡർ ആവും. യുവർ ബേസ് വിഡ്ത്ത് വിൽ ബിക്കം റെഡ്യൂസ്. ശരിയല്ലേ? ബേസ് വിഡ്ത്ത് റെഡ്യൂസ് ചെയ്തായതുകൊണ്ട് തന്നെ എന്തിൻ്റെ സാധ്യത കുറവാണ്? നമ്മൾ റീകോമ്പിനേഷൻ്റെ സാധ്യതകൾ കുറവല്ലേ? കാരണം എല്ലാം മിക്കവാറും റീകോമ്പിനേഷൻ സാധ്യതകൾ എന്തായാലും അതും കുറയും. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി ഇലക്ട്രോൺസ് വിച്ച് ആർ എക്സിബിറ്റിംഗ് ഫ്രം യുവർ എമിറ്ററിന്ന് പോകുന്ന മോസ്റ്റ് ഓഫ് യുവർ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന മോസ്റ്റ് ഓഫ് ദി ഇലക്ട്രോൺസ് വിൽ ബി ഗെറ്റ് കളക്റ്റഡ് ബൈ യുവർ കളക്ടർ, അല്ലേ? കളക്ടർ എന്ത് ചെയ്യും? അതിനെ കളക്ട് ചെയ്യും. അപ്പോൾ കളക്ടർ കളക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ദസ് യുവർ ബേസ് കറണ്ട് എന്ത് ചെയ്യും? ബേസ് കറണ്ട് കുറയല്ലേ ചെയ്യുക? ബേസ് എടുത്ത് കുറഞ്ഞാൽ ബേസ് കറണ്ട് എന്ത് ചെയ്യും? കുറയും. ക്ലിയർ? ഇതാണ് ഇതിൻ്റെ പ്രോപ്പർട്ടി. അപ്പോൾ ആസ് യുവർ VCB increases ultimately your base current will be decreasing. അപ്പോൾ ഈ VCB ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞാൽ ബേസ് കറണ്ട് റെഡ്യൂസ് ചെയ്യാണ്. VCB ഇൻക്രീസ് ചെയ്യുന്ന നിങ്ങൾ VCEയും ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ VCE ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? VCB റെഡ്യൂസ് ചെയ്യുന്ന പറയാം. ശരിയല്ലേ? ഇത് രണ്ടും ഒരേ പ്രോപ്പർട്ടി തന്നെയല്ലേ? VCB കൂടുന്നു പറഞ്ഞാൽ IB കറണ്ട് കുറയുക, അതുപോലെ തന്നെ VCB പ്രപ്പോർഷണൽ ടു VCE ആണ്. അപ്പോൾ VCB കൂടിക്കഴിഞ്ഞാൽ VCE കൂടും. VCE കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാം? IB എന്ത് ചെയ്യാം? കുറയാമെന്ന് പറയാൻ വേണ്ടി സാധിക്കും. ക്ലിയർ അല്ലേ? ഇതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്, ഓക്കെ. ആ ബേസ് വിഡ്ത്തിൻ്റെ റിഡക്ഷനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അറിയേണ്ടത് ക്ലിയർ ആയിട്ട്, ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഏതാണ്? ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏതാണ്? ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഓക്കെ. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെ തമ്മിലാണ് പ്ലോട്ട് ചെയ്യുന്നത്? IC VS VCE, ശരിയാണല്ലോ? അപ്പോൾ നമ്മൾ ഗ്രാഫ് വരക്കുവാണെങ്കിൽ എങ്ങനെ വരും? യുവർ ഗ്രാഫ് വിൽ ലുക്ക് ലൈക്ക് ദിസ്, ഓക്കെ. ഇതുപോലെയാണ് ഗ്രാഫ് ഉണ്ടാവുക. നോ, ഇവിടെ വളരെ ചെറിയ ഇതുണ്ടാവുള്ളൂ അല്ലേ? അപ്പം ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക, ശരിയല്ലേ? പിന്നെ എന്ത് ചെയ്യും? സിമിലർ ഗ്രാഫുകളായിരിക്കും, ഇങ്ങനെ അങ്ങ് പോവും അല്ലേ? നമ്മളെ ഇത് മറ്റേതുപോലെ തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ വരക്കുമ്പോൾ ഇങ്ങനെയാണ് പോകേണ്ടത്, ഓക്കെ. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ ഇങ്ങനെ പോകണം, ഓക്കെ. അപ്പോൾ ഇത് വരക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കുറച്ച് കുറയണമല്ലോ, ഓക്കെ. ഇത് വരക്കുമ്പോൾ എങ്ങനെയാണ് വരികയെന്ന് വെച്ചാൽ ദിസ് ഈസ് യുവർ IC, ഇത് നമ്മുടെ IC ആണ്, മില്ലി ആംപിയറിൽ IC. സിമിലർലി ദിസ് ഈസ് യുവർ VCE ഇൻ വോൾട്സ്. ഇതാണ് നിങ്ങളുടെ IB, ഓക്കെ. IB കറണ്ടാണ് ഈ മൈക്രോ ആംപിയറിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ എത്രയാണ്? IB എത്രയാണ്? 0 അല്ല, 10, 20, then 30, അങ്ങനെ പോവും, ഓക്കെ. അപ്പോൾ ഇതെന്താ വെച്ചാൽ പ്രത്യേകം വെച്ചാൽ ഈ സാധനം കുറച്ച് സ്ലൈറ്റ്ലി ഇങ്ങനെ ഒരു പോകുന്ന സാധനം. അതായത് നമ്മൾ ഇത്രയും നേരം വെച്ചാൽ ഹൊറിസോണ്ടൽ അല്ലേ? ആ ഒരു ചേഞ്ച് നോട്ട് ചെയ്യുക. പിന്നെ ഈ 3 റീജിയൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാർക്ക് ചെയ്യുക. ഈ റീജിയൻ ഏതാണ്? ദിസ് ഈസ് യുവർ ആക്റ്റീവ് റീജിയൻ, ഓക്കെ. ഇതിൻ്റെ താഴെ ഇതിന് മുകളിൽ കയറിപ്പോയതാണ്, ഇത്രയേ ഉള്ളൂ, ഓക്കെ. ഇതിൻ്റെ താഴെയുള്ള ഈ റീജിയനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറ്റ് വിൽ ബി കോൾഡ് ആസ് യുവർ കട്ട് ഓഫ് റീജിയൻ. പിന്നെ ഇതാ ഈ റീജിയൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ദാറ്റ് ഈസ് യുവർ സാച്ചുറേഷൻ റീജിയൻ, അല്ലേ? അപ്പോൾ 3 റീജിയൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാണ്ട് പറയാനുണ്ട്. അപ്പോൾ ആക്റ്റീവ് റീജിയൻ്റെ പ്രത്യേകത എന്താണ്? ആക്റ്റീവ് റീജിയൻ്റെ പ്രത്യേകത ആസ് യുവർ ബേസ് കറണ്ട് ഇൻക്രീസസ്, നിങ്ങളുടെ ബേസ് കറണ്ട് കൂടുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കളക്ടർ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്, ശരിയല്ലേ? അതുപോലെ തന്നെ ആസ് യുവർ കളക്ടർ എമിറ്റർ വോൾട്ടേജ് ഇൻക്രീസസ് വാട്ട് ഹാപ്പൻസ് യുവർ IC. നേരത്തെ കളക്ടർ എമിറ്റർ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബേസ് കറണ്ട് കുറഞ്ഞു. ഇവിടെ കളക്ടർ കറണ്ട് എന്ത് സംഭവിക്കുന്നതാണ്? യുവർ കളക്ടർ കറണ്ട് വിൽ ഇൻക്രീസ്,
ശരിയാണല്ലോ. നോക്കിയാൽ മതി, കളക്ടർ കർവ്സ് ആർ നോട്ട് ഹോറിസോണ്ടൽ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നേരത്തെ അതേ പ്രൊസീജിയറിൽ ഞാൻ പറഞ്ഞുതരാം. ആസ് യുവർ വി സി ഇ ഇൻക്രീസസ്, നമ്മളുടെ ഇക്വേഷൻ അറിയാലോ, വി സി ബി പ്ലസ് വി ബി ഇ അല്ലേ. ഇപ്പോൾ വി ബി ഇ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചാൽ ആസ് യുവർ വി സി ബി ഇൻക്രീസസ്, ആസ് യുവർ വി സി ബി ഇൻക്രീസസ് യുവർ വി സി ഇ വിൽ ഇൻക്രീസ്. ക്ലിയർ? അപ്പോൾ ആസ് വി സി ബി ഇൻക്രീസസ് then what happens? നമ്മൾ റിവേഴ്സ് ബയാസ്ഡ് ആണ് എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. റിവേഴ്സ് ബയാസ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ഡിപ്ലീഷൻ വിഡ്ത്ത് എന്ത് ചെയ്യും? ഡിപ്ലീഷൻ വിഡ്ത്ത് വിൽ ബി ബിക്കം വൈഡർ ആവും ഡിപ്ലീഷൻ വിഡ്ത്ത്. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ബേസ് വിഡ്ത്ത് എന്ത് ചെയ്യും? ബേസ് വിഡ്ത്ത് കുറയും. ശരിയല്ലേ? ബേസ് വിഡ്ത്ത് കുറയുമ്പോൾ റീകോമ്പിനേഷൻ ഇൻ ദാറ്റ് ബേസ് റീജിയൻ ഡസൻ ഹാപ്പൻ, അല്ലെങ്കിൽ ഇറ്റ് വിൽ റെഡ്യൂസ്. റീകോമ്പിനേഷൻ എന്ത് ചെയ്യും? റിഡക്ഷൻ സംഭവിക്കും. അപ്പോൾ ഡ്യൂ ടു ദാറ്റ് മോസ്റ്റ് ഓഫ് ദ ഇലക്ട്രോൺസ് നമ്മുടെ ഇവിടെ സിയും ഇവിടെ ബി അല്ല ഉണ്ടായിരുന്നത്, ഇവിടെ ഇ അല്ലേ. അപ്പോൾ ഇത് തമ്മിലുള്ള മോസ്റ്റ് ഓഫ് ദ ഇലക്ട്രോൺസ് ഇത് അവിടെയാണ് എന്ത് സംഭവിക്കുന്നത് അല്ലേ. ഇവിടെ ഈ ഡിപ്ലീഷൻ വിഡ്ത്ത് എന്ത് ചെയ്യും? വൈഡർ ആവും. നിങ്ങളുടെ ബേസ് വിഡ്ത്ത് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ വാട്ട് ഹാപ്പൻസ്? മോസ്റ്റ് ഓഫ് ദെയർ ഇലക്ട്രോൺസ് വിൽ ബി ഗെറ്റ് കളക്റ്റഡ് ബൈ ദ കളക്ടർ which is emitting by the emitter. emit ചെയ്യുന്ന ഇലക്ട്രോൺസ് മോസ്റ്റ്ലി എന്ത് ചെയ്യും? കളക്ടർ ചെയ്യും. അങ്ങനെ നിങ്ങളുടെ ബേസ് വിഡ്ത്ത് എന്ത് ചെയ്യും? കുറയും. നിങ്ങളുടെ ബേസ് വിഡ്ത്ത് കുറയാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എമിറ്ററിൽ എന്ത് തന്നെയാണോ ഉള്ളത് അത് തന്നെ കളക്ടറിൽ കിട്ടുകയല്ലേ. അപ്പോൾ നിങ്ങളുടെ കളക്ടർ കറണ്ട് എന്ത് ചെയ്യും? കൂടും. ശരിയല്ല? അപ്പോൾ രണ്ട് ഫിനോമിനാണ് ഹാപ്പൻ ചെയ്യുന്നത്. ഒന്നെന്താണ്? നിങ്ങൾ വി സി ഇ കൂട്ടുമ്പോൾ നിങ്ങളുടെ ബേസ് കറണ്ട് കുറയുന്നു, അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ കളക്ടർ കറണ്ട് എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഈ കളക്ടർ എമിറ്റർ കറണ്ട് കൂടാൻ കാരണം നിങ്ങളുടെ ബേസ് കളക്ടർ വോൾട്ടേജ് എന്ത് ചെയ്യുന്നു? കൂട്ടുന്നത് കൊണ്ടാണ്. മനസ്സിലായി? ദിസ് ഈസ് യുവർ കൺക്ലൂഷൻ. ക്ലിയർ? അപ്പോൾ ആസ് വി സി ഇൻക്രീസസ് യുവർ ബേസ് കറണ്ട് ഡിക്രീസസ് ആൻഡ് യുവർ കളക്ടർ കറണ്ട് ഇൻക്രീസസ്. ദിസ് ഈസ് വാട്ട് ഈസ് അവർ ഇൻഫറൻസ് ഫ്രം ദിസ് ഗ്രാഫ്. ഓക്കെ, ഇനി നമ്മൾ ഓരോ റീജിയനുകൾ എടുത്ത് നോക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് യുവർ ആംപ്ലിഫിക്കേഷൻ എവിടെ നടക്കുന്നത്? ആംപ്ലിഫിക്കേഷൻ ട്രാൻസിസ്റ്റർ നടക്കണമെങ്കിൽ ആ റീജിയൻ ഏതാണ്? ദാറ്റ് ഈസ് യുവർ ആക്റ്റീവ് റീജിയൻ. ശരിയല്ലേ? ആക്റ്റീവ് റീജിയനിൽ നിങ്ങളുടെ ആംപ്ലിഫൈ ചെയ്യുന്നത് നിങ്ങൾ ബേസ് കറണ്ട് ആണ് കൊടുക്കുന്നത്, അത് ഐ ബി ആണ് കൊടുക്കുന്നത്, കിട്ടുന്നത് ഐ സി ആണ് അല്ലേ. അത് എത്ര ഫാക്ടറിലാണ് ആംപ്ലിഫൈ ചെയ്താൽ? ഇറ്റ് ഈസ് ആംപ്ലിഫൈഡ് ബൈ എ ഫാക്ടർ ഓഫ് ബീറ്റ. അതാണ് ഈ ഐ സി ഈക്വൽ ടു ബീറ്റ ഐ ബി എന്നും പറഞ്ഞ് എഴുതുന്നത്. ബീറ്റ ഈസ് ദ കറണ്ട് ഗെയിൻ ഫോർ യുവർ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. അതിൻ്റെ കറണ്ട് ഗെയിൻ ആണിത്. ഓക്കെ, ബീറ്റ ഡി സി ആണത്. ബീറ്റ എ സി ആകുമ്പോൾ എന്ത് വരും? ഡെൽറ്റ ഐ സി ഡിവൈഡ് ബൈ ഡെൽറ്റ ഐ ബി. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് ഐ സിയിൽ ഉണ്ടെങ്കിൽ അത് ആ ചേഞ്ച് എവിടെ റിഫ്ലക്ട് ചെയ്യും? ഐ ബിയിലും റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അത്രയേ ഉള്ളൂ ആക്റ്റീവ് റീജിയനിൽ പറയാൻ. പിന്നെ സാച്ചുറേഷൻ റീജിയനിൽ പറയാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആസ് യുവർ വി സി ഇ ഡിക്രീസസ്, നിങ്ങൾ വി സി ഇ കുറയുന്നു. നമ്മൾ വി സി ഇ കുറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇറ്റ് വിൽ ബി ബിക്കമിങ് ക്ലോസർ ടു സീറോയിലേക്ക് അടുപ്പിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? വി സി ഇ ആണ് കുറയുന്നത്, അതായത് ക്ലോസർ ടു സീറോ ആണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വി സി ബി കളക്ടർ ബേസ് എന്ത് ചെയ്യും? കളക്ടർ ബേസ് ഇറ്റ് വിൽ ബി ബിക്കം എ ഫോർവേഡ് ബയസ്ഡ് ആവും. ശരിയല്ലേ? കളക്ടർ ബേസ് ജംഗ്ഷൻ എന്താവും? ഫോർവേഡ് ബയസ്ഡ് ആവും. അതായത് വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന് പറഞ്ഞാൽ ആസ് യുവർ ബേസ് എമിറ്റർ ജംഗ്ഷൻ അല്ലെങ്കിൽ വി ബി ഇ ഫോർവേഡ് ബയാസ്ഡ് ആവും, അതുപോലെ തന്നെ നിങ്ങളുടെ വി സി ബി എന്താവും? ഫോർവേഡ് ബയാസ്ഡ് ആവും. അങ്ങനെ രണ്ടും ഫോർവേഡ് ബയാസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുക? ദാസ് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു യുവർ സാച്ചുറേഷൻ. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സാച്ചുറേഷൻ ലെവൽ എന്ന് പറയുന്നത്. വി സി ഇ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സീറോ ആകുമ്പോൾ നിങ്ങളുടെ വി സി ബി എന്താവും? ഫോർവേഡ് ബയസ്ഡ് ആവും. അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി വി ബി ഫോർവേഡ് ബയസ്ഡ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്ത് പറയാം? രണ്ട് റീജിയൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇതിലാന്ന് പറയാം? സാച്ചുറേഷനിലാന്ന് പറയാം. ക്ലിയർ? ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് വണ്ണാണ് നമ്മുടെ കട്ട് ഓഫ്. ഓക്കെ, എന്താണ് കട്ട് ഓഫിൽ ഹാപ്പൻ ചെയ്യുന്നത് നോക്കാം. കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ യുവർ ബേസ് കറണ്ട് ഈസ് ഈക്വൽ ടു സീറോ. ഇതാ നിങ്ങളുടെ ബേസ് കറണ്ട് സീറോയിലേക്ക് അസ്യൂം ചെയ്യുന്ന സമയത്ത് വെൻ ബേസ് കറണ്ട് ഈസ് സീറോ, വാട്ട് ഹാപ്പൻസ് ടു യുവർ കളക്ടർ കറണ്ട്? എന്ന് പറഞ്ഞാൽ യുവർ കളക്ടർ കറണ്ട് വിൽ ബി റിലേറ്റീവ്ലി ലാർജ്, വളരെ കൂടുതലായിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ കോമൺ ബേസിൽ എന്തായിരുന്നു? കോമൺ ബേസിൽ വെൻ യുവർ എമിറ്റർ കറണ്ട് ഈക്വൽ ടു സീറോ, കോമൺ ബേസിൻ്റെ കാര്യമാണ് പറയുന്നത്. കോമൺ ബേസിൻ്റെ സമയത്ത് വെൻ യുവർ എമിറ്റർ കറണ്ട് ഈസ് ഈക്വൽ ടു സീറോ, എ സ്മോൾ കറണ്ട് ഈസ് ഫ്ലോഡ്. അതാണ് ഡ്യൂ ടു മൈനോറിറ്റി ക്യാരീസ്. അതാണ് നമ്മളുടെ ഐ സി.
അല്ലെങ്കിൽ നമ്മുടെ ICO അതാണ് എന്ത് നമ്മൾ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടാണ് അതിൽ ഫ്ലോ ചെയ്യുന്നത് IE0 ആവുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന കറണ്ടാണ് എന്ത് ICBO, അല്ലെങ്കിൽ നമുക്ക് ലീക്കേജ് കറണ്ട് എന്നും വിളിക്കാം. അതേപോലെ വെൻ ഇവിടെ കോമൺ എമിറ്റർ ആകുമ്പോൾ വെൻ ബേസ് കറണ്ട് ഈക്വൽ ടു 0 എ ലാർജർ കറണ്ട് വിൽ ബി ഫ്ലോഡ്. ലാർജർ കറണ്ടാണ്, മറ്റേതിനെക്കാട്ടിയും കുറച്ചുകൂടി കൂടുതലാണ്. എ ലാർജർ കറണ്ട് വിൽ ബി ഫ്ലോൺ, ദിസ് വിൽ ബി യുവർ ലീക്കേജ് കറണ്ട്. ഓക്കെ, അത് തന്നെയാണ് നമ്മുടെ എന്ത് ലീക്കേജ് കറണ്ടും. ഓക്കെ, അപ്പോൾ കട്ട് ഓഫ് റീജിയനിൽ ലീക്കേജ് കറണ്ടാണ് ഫോം ചെയ്യുന്നത്, അത് കുറച്ച് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അത് എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, അത് എത്രയാണെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അറിയേണ്ടത്. അത് നമ്മളിപ്പോൾ പഠിക്കും. അപ്പോൾ മനസ്സിലാക്കുക, വെൻ IB is equal to 0 യുവർ IC അല്ലെങ്കിൽ കളക്ടറിലുള്ള കറണ്ട് എന്താണ് വളരെ കൂടുതലാണ്. അതായത് നമ്മൾ ലീക്കേജ് കറണ്ട് എന്താണ് കൂടുതലാണ് വെൻ കമ്പയർ ടു യുവർ ബേസ്. അപ്പോൾ കോമൺ ബേസിലെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ കളക്ടർ കറണ്ടും വിത്ത് റെസ്പെക്ട് ടു ICBO നമുക്ക് എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാം. ഓക്കെ, അപ്പോൾ അത് പറയുന്നതിന് മുന്നേ നമുക്ക് അതിൻ്റെ ഇക്വേഷൻസ് ആണ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യേണ്ടത്. നമ്മൾ കളക്ടർ എമിറ്ററിലെ സാധനമാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ കോമൺ ബേസിൻ്റെ ഒരു കാര്യം വെച്ച് നമുക്കൊന്ന് തുടങ്ങാം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫോർമുല അറിയാമോ, α/IE + ICBO എന്നുള്ള ഫോർമുല അല്ലേ. ഇതിൽ ആൽഫ എന്ന് പറഞ്ഞാൽ IEക്ക് വരെ നമുക്ക് ICയും IBൻ്റെയും സമ്മ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, IC = α × IC + IB + ICBO അല്ലേ. അപ്പോൾ ഇത് പ്രകാരം 1 - α × IC എന്ന് പറയുന്ന സാധനം α/IB + ICBO ആണ്, ശരിയല്ലേ. അപ്പോൾ IC എന്ത് കിട്ടും, യു വിൽ ഗെറ്റ് α/1 - α × IB + 1/1 - α × ICBO. ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ. സോ IC = α/1 - α × IB + 1/1 - α × ICBO. ഓക്കെ, ഈ സാധനത്തിന് റീറൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ദിസ് ഈസ് ഈക്വൽ ടു βIB + 1/1 - α × ICBO. ഓക്കെ, ഇതിനെ ഇങ്ങനെ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഈ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, ബീറ്റ വിൽ ബി ഈക്വൽ ടു വാട്ട്, α/1 - α. ശരിയാണല്ലോ. നമ്മൾ പറയേണ്ടത് പോയിന്റ് എന്ന് വെച്ചാൽ വെൻ നമ്മൾ ഇവിടുത്തെ കട്ട് ഓഫിൻ്റെ കാര്യമല്ലേ പറയുന്നത്. അപ്പോൾ വെൻ യുവർ IB is equal to 0, ഇവിടെ IB 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങളുടെ IC എന്ത് വരും, ഇറ്റ് വിൽ ബി 1/1 - α × ICBO. ശരിയാണല്ലോ. നമ്മുടെ ആൽഫ എന്ന് പറയുന്ന സാധനം വെരി ക്ലോസ് ടു യൂണിറ്റി അല്ലേ, കാരണം അതിൻ്റെ വാല്യൂസ് എത്രയാണ് 0.95 to 0.99 അല്ലേ, ശരിയല്ലേ. അപ്പം വെരി ക്ലോസ് ടു യൂണിറ്റി ആണ്. അപ്പോൾ നിങ്ങളുടെ IC എന്ത് വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ യുവർ IC വിൽ ബി ലുക്കിംഗ് ലൈക്ക് നമ്മുടെ ഈ ആൽഫ 1/1 - α എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ ബീറ്റ ഇവിടെ കിട്ടിയിട്ടുണ്ട്, എന്താണ് 1 - α എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 1/1 - α നിങ്ങളുടെ ആൽഫ വെരി ക്ലോസ് ടു യൂണിറ്റി എന്ന് പറയുമ്പോൾ വി ക്യാൻ റീറൈറ്റ് IC ആസ് ബീറ്റ + 1 × ICBO. ക്ലിയർ. അതിലെ ഈ IC എന്ന് പറയുന്ന സാധനമാണ് ദിസ് ഈസ് ദ വാല്യൂ ഓഫ് യുവർ ലീക്കേജ് കറണ്ട്. ഇതിനാണ് നമ്മുടെ വാല്യൂ ഓഫ് ലീക്കേജ് കറണ്ട് വെൻ യുവർ ബേസ് കറണ്ട് ഈസ് ഓപ്പൺ, അല്ലെങ്കിൽ IB ഓപ്പൺ എന്ന് പറയുന്ന സമയത്തുള്ള ലീക്കേജ് കറണ്ടിൻ്റെ വാല്യൂ. ദിസ് ഈസ് ഡിഫൈൻഡ് ആസ് ICEO. ഇതിനെയാണ് നമ്മൾ ICEO എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി മുതൽ ICEO എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, യു ക്യാൻ റൈറ്റ് ICEO ആസ് ബീറ്റ + 1 × ICBO. അങ്ങനെ രണ്ട് ഫോർമുലകൾ വിത്ത് റെസ്പെക്ട് യുവർ ബേസും നമുക്ക് എമിറ്ററും കിട്ടി. അപ്പോൾ ലീക്കേജ് കറണ്ട് ICEO = ബീറ്റ + 1 × ICBO. ക്ലിയർ. നമുക്ക് ഇതിൽ വിത്ത് റെസ്പെക്ട് ഇങ്ങനെ എഴുതാം, ബീറ്റ is equal to 1 - α, അതുപോലെ ബീറ്റ + 1 = 1/1 - α, കാരണം അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അല്ലേ. അപ്പോൾ രണ്ട് ഫോർമുലാസ് ഉണ്ട്, ബീറ്റ = 1/1 - α അറ്റ് ദ സെയിം ടൈം ബീറ്റ + 1 = 1/1 - α. അങ്ങനെ രണ്ട് ഫോർമുലാസ് നമുക്ക് എന്ത് ചെയ്തിട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അക്രോസ് നമ്മളൊരു RL കണക്ട് ചെയ്ത് നമുക്ക് നേരത്തെ പോലെ എന്ത് ചെയ്യാം, വോൾട്ടേജ് ഗെയിൻ കാണാം. ശരി, നമുക്ക് എന്ത് ചെയ്യാം, വോൾട്ടേജ് ഗെയിൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ടെർമിനോളജി എന്ത് ചെയ്യുക, ഇതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ബീറ്റ് നമ്മളറിയാമല്ലോ 50 മുതൽ വാല്യൂസ് എങ്ങനെ പോകും. ഇപ്പോൾ ഒരു
കുറച്ച് നല്ല വാല്യൂ 100 അടുപ്പിച്ചുള്ള വാല്യൂ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ICO എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ക്ലിയർ? അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ കോമൺ എമിറ്റർ നമ്മുടെ അപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ കാരണങ്ങളാണ് ഇറ്റ് ഈസ് ഹാവിങ്, നമ്മൾ നേരത്തെ കറണ്ട് ഗെയിൻ്റെ വാല്യൂ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു അല്ലേ, ഇറ്റ് ഈസ് ഹാവിങ് മോഡറേറ്റ് കറണ്ട് ഗെയിൻ. ക്ലിയർ? The second point is it is having your moderate voltage gain also. Voltage gain moderate ആണ്. Similarly, your third point is it is having high power gain. ഇതിൻ്റെ പവർ ഗെയിൻ രണ്ടും കൂടുതലായതുകൊണ്ട് മോഡറേറ്റ് ആയതുകൊണ്ട് പവർ ഗെയിനും കൂടുതലാണ്. Similarly, it is having a moderate input and output impedance. മോഡറേറ്റ് ഇൻപുട്ടും ഔട്ട്പുട്ട് ഇമ്പിഡൻസുകളാണ്. ഓക്കെ, ആ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആണ് 50 to ഒരു സംവാട്ട് 100 കിലോ ഓമിലും ഇപ്പുറത്തും അതുപോലെ തന്നെ കിലോ ഓം റേഞ്ചസിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ മെയിൻ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് യൂസ്ഡ് ഫോർ യുവർ സിഗ്നൽ ആംപ്ലിഫിക്കേഷൻസ്. ഓക്കെ, ഇത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതിലാണ്? ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ യുവർ സിഗ്നൽ ആംപ്ലിഫിക്കേഷൻസ് അപ്ലിക്കേഷൻസ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോമൺ എമിറ്റർ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഇതിൻ്റെ മൂന്നാമത്തെ നമ്മളുടെ ഇതിൻ്റെ കോൺഫിഗറേഷൻ. അതാണ് നമ്മുടെ എന്ത്, കോമൺ കളക്ടർ. Okay, common collector we will discuss in our next class. Okay, thank you.